നമസ്കാരം. ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ ഭീകരർക്കൊരു സുരക്ഷിത താവളം ഒരുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ആ ഞെട്ടിക്കുന്ന വാർത്തയും ചിത്രസഹിതം പുറത്തുവന്നത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സഹായി റാണ സനാഉള്ള ലഷ്കർ ഇ തൊയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന്റെ മകൻ തൽഹ സയ്യിദിനൊപ്പം ഫൈസലാബാദിലെ ഒരു വിവാഹ ചടങ്ങിൽ ആഘോഷപൂർവ്വം പൊട്ടിച്ചിരിച്ച് കെട്ടിപ്പിടിച്ച് പങ്കെടുത്ത ആ വാർത്ത ദൃശ്യസഹിതം 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ഹാഫിസ് സയ്യിദിന്റെ മകനാണ് ഈ തൽഹ സയ്യിദ് എന്ന് ഓർക്കണം. ഇയാൾക്ക് ഇന്ത്യ, അമേരിക്ക, പിന്നെ UN ഇവ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് US റിപ്പോർട്ട് വന്നത്. ഭാരതത്തിൽ ഇപ്പോഴെന്തോ വലുതെന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് വെറും ഒരു യാദൃച്ഛികതയില്ല, അസാധാരണമായ ചില കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ന്യൂഡൽഹിയിൽ. അതിൻ്റെ സമയം, ആ ടൈം, അത് നമുക്ക് അവഗണിച്ച് കളയാൻ പാടില്ല. അതിലേക്ക് പിന്നെ വരാം. എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്? ഒന്നിലധികം പാക് ചാരന്മാർ ഇന്ത്യയിൽ പിടിയിലായിരിക്കുന്നു. ഒന്നോ രണ്ടോ പേരല്ല, ഒരുപാട് പേർ. അതിൽ ഇന്ത്യൻ സൈനിക നീക്കങ്ങളുടെ വിവരം ചോർത്തിയ പാക് ചാരനും 6 ഉക്രൈനിയൻ പൗരന്മാരും ഒരു അമേരിക്കൻ കൂലിപ്പടയാളിയും, അതായത് CIA രഹസ്യ ഏജന്റ് ഉൾപ്പെടുന്നു. നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അതീവ ജാഗ്രതയിലാണെന്ന് തെളിയിക്കാൻ മറ്റെന്ത് വേണം? ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ അവരുടെ സ്വന്തം താവളത്തിൽ വെച്ച് വധിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതൊരു ആക്രമണം മാത്രമാണോ? ഒരു സന്ദേശമാണ് പാക് ഭീകരതയ്ക്ക്. മറ്റൊരു നിഗൂഢമായ കാര്യം, 6 വർഷം, അതായത് 2016 മുതൽ 22 വരെ പാകിസ്ഥാന്റെ സർവ്വ സൈനിക മേധാവിയായിരുന്ന മുൻ ജനറൽ ജാവേദ് ബജ്വ മരിച്ചതായി, കൊല്ലപ്പെട്ടതല്ല, മരിച്ചതായി വാർത്തകൾ വരുന്നു. ഔദ്യോഗിക വിശദീകരണം, ബാത്റൂമിൽ തലയടിച്ച് വീണു, മരണം സംഭവിച്ചു. പക്ഷേ ഈ സാഹചര്യത്തിൽ അതിലൊരു അവിശ്വസനീയതയുണ്ട്. ഇതിന് പിന്നാലെയാണ് മസൂദ് അസറിന്റെ സഹോദരൻ അജ്ഞാതർ ചന്നം പിന്നെ വെടിവെച്ച് കൊന്നത് പാകിസ്ഥാനിലിട്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഭാരതത്തിലേക്ക് വരാം. നോർത്തേൺ കമാൻഡ് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ പ്രതീക ശർമ്മ പരമ്പരാഗതവും അല്ലാത്തതുമായ ചില യുദ്ധമുറകളെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു തുടങ്ങി. ഒരു നിസ്സാരമായ പ്രസ്താവനയല്ല, അധികം പേരും ശ്രദ്ധിച്ചിട്ടുമില്ല. കാരണം ആധുനിക തലത്തിലെ യുദ്ധം വെറും തോക്കുകൾ കൊണ്ട് മാത്രമല്ല നടക്കുന്നത്. സൈബർ, ഇന്റലിജൻസ്, സൈക്കോളജിക്കൽ രഹസ്യ നീക്കങ്ങൾ, പിന്നെ ലേസർ ആയുധങ്ങളാണ് ഇന്ത്യ ഉപയോഗിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 4-5 ദിവസത്തിനുള്ളിൽ ഭാരതത്തിൽ ചില ഉന്നതതല സുരക്ഷാ യോഗങ്ങൾ ന്യൂഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അജിത് ഡോവൽ, ദേശീയ ഉപദേഷ്ടാവ്, തന്ത്രപരമായ ചില ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേരളത്തിലടക്കം പ്രചരണത്തിനിടയിലും ഉന്നത ഉദ്യോഗസ്ഥരെ കാണുന്നുണ്ട്. ഇന്ത്യൻ സൈനിക നേതൃത്വം സജ്ജമാണെന്ന സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട്. ഇന്ത്യൻ ആർമി ചീഫ് ജഗന്നാഥ ക്ഷേത്രം സന്ദർശിച്ച സൈന്യത്തിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യൻ വ്യോമസേന മേധാവി പട്ന സാഹിബും സുവർണ ക്ഷേത്രവും ഒക്കെ സന്ദർശിക്കുന്നു. എന്നിട്ട് ചർച്ചയിലേക്ക് വരുന്നു. വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ ഏകോപനത്തിന് സർക്കാർ ഓൺലൈനിൽ തുടക്കം കുറിച്ചു. മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. ഇതൊക്കെ സാധാരണ സംഭവമല്ല, അസാധാരണമാണ്, യാദർച്ഛികമല്ല. ഏറ്റവും ഉന്നതതലത്തിലുള്ളൊരു ഏകോപനമാണ്. സൂചനകൾ വളരെ വ്യക്തമാണ്. ഇന്ത്യ വെറുതെ ഒന്നും പ്രതികരിക്കില്ല. മണിക്കൂർ വെച്ച് ക്ലോക്കിലെ ഘടികാരത്തിലെ സൂചി മാറുന്നത് പോലെ ഇന്ത്യ ആക്രമിക്കുമെന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു മുന്നറിയിപ്പാണിത്. രഹസ്യാന്വേഷണ ഏജൻസികൾ നീങ്ങുമ്പോഴും ഉന്നത ജനറൽമാർ ഗൂഢമായ ഭാഷയിൽ നടത്തുന്ന നീക്കങ്ങളും, പിന്നെ പെട്ടെന്നുള്ള ഈ അയൽ രാജ്യത്തെ മരണങ്ങൾ, രഹസ്യ ഓപ്പറേഷനുകൾ, ഇതിനർത്ഥം എന്തോ ഒന്ന് ഭാരതത്തിന്റെ കയ്യിൽ നിന്നും വരാനിരിക്കുന്നു. കാരണം ഭാരതം അങ്ങനെ പെട്ടെന്നൊന്നും എടുത്തുചാടി ചെയ്യുന്ന രാഷ്ട്രമല്ല. നൈബർഹുഡ് ഫസ്റ്റ് എന്ന പേരിൽ ഇപ്പോൾ ഇറാനിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ പാകിസ്ഥാൻ ഒഴികെയുള്ള മറ്റ് അയൽ രാജ്യങ്ങൾക്ക്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, അതെ നമ്മുടെ ശത്രുവാണ് ബംഗ്ലാദേശ്, നമ്മുടെ അല്ല, അവരുടെ ശത്രുവാണ് നമ്മളെന്ന് അവർ പറയുന്നു. പിന്നെ മാലദ്വീപ്, ഒരിക്കൽ അവർ നമ്മെ കളിയാക്കിയതാണ്, അതിന് പ്രതികാരവും കിട്ടി. ഇപ്പോൾ മാലദ്വീപ് പണത്തിനായി, സാമ്പത്തിക സഹായത്തിനായി, ഇന്ധനത്തിനായി ഭാരതത്തിന്റെ കാല് പിടിക്കുകയാണ്. അങ്ങനെ ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം നമ്മൾ ഒരു പെട്രോൾ പമ്പായി മാറിയിരിക്കുന്നു. ഇന്ധനം സപ്ലൈ ചെയ്യുന്ന രാഷ്ട്രമായി ഇന്ത്യ മാറിയിരിക്കുന്നു. അത് മാത്രമല്ല, ഈ രാഷ്ട്രങ്ങൾക്ക് സമാധാനപരമായ ജനതയ്ക്ക് ഉറങ്ങണമെങ്കിൽ ഇവിടെ ഭാരതത്തിലെ സൈനിക, ഇന്റലിജൻസ്, ആയുധ സംവിധാനങ്ങൾ ജാഗരൂകരായിരിക്കണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം താലിബാനെ വെറുപ്പിച്ച പാകിസ്ഥാൻ ഏത് നിമിഷവും അടുത്ത 8ന്റെ പണി കിട്ടിയിരിക്കും. താലിബാനെ വെറുപ്പിക്കുക മാത്രമല്ല, താലിബാനിൽ ആഴ്ചകൾക്ക് മുമ്പാണ് അവിടെ ഒരു വ്യോമാക്രമണം നടത്തി സാധാരണക്കാരെ, പിഞ്ചു കുട്ടികളടക്കം പാക് സൈന്യം കൊന്ന്
അതിനുള്ള പ്രതികാരം ഏത് നിമിഷവും ഏത് ഭാഗത്തു നിന്നും വന്നേക്കാം. ഇറാനും പാകിസ്ഥാനെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമുദ്രത്തിന് 1500 കിലോമീറ്റർ മാത്രം ഇന്ത്യ അതിർത്തിയിൽ നിന്നും അകലെയുള്ള ഡിഗോഗാർഷിയിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വന്നെങ്കിൽ പാകിസ്ഥാനും ഇറാന്റെ ആ ടാർഗറ്റ് പോയിന്റിൽ തന്നെയാണ്. എന്തായാലും കാര്യമൊന്നും ഉറപ്പാണ്. ഭാരതത്തിൽ എന്തൊക്കെയോ ദ്രുതഗതിയിൽ ചില സജ്ജീകരണങ്ങൾ, സജ്ജമാക്കൽ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതിനി വേണ്ടിവരുമോ ഇല്ലയോ എന്നത് നമ്മുടെ ദേശീയ നേതൃത്വം തീരുമാനിക്കും. പക്ഷേ ഒന്നേ പറയാനുള്ളൂ, പാകിസ്ഥാൻ ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഒന്നും വിളിച്ചു വരുത്തി വാങ്ങിയെടുക്കരുത്.